നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാറിൽ ദേശീയപാതയോരത്തെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ റവന്യൂ വകുപ്പിന്റെ കർശന നടപടി. നോട്ടീസ് നൽകിയിട്ടും ഒഴിഞ്ഞു മാറാതിരുന്ന വഴിയോര കടകൾ വൻ പോലീസ് സുരക്ഷയിൽ ഒഴിപ്പിച്ചു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ഒഴിപ്പിക്കൽ. ചിന്നക്കനാലിൽ അടുത്ത നാളുകളിലായി കാട്ടാന ശല്യം വർദ്ധിച്ചു വരുന്നതിന് കാരണം റിസോർട്ട് മാഫിയകളാണെന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗവുമായ കെ ബുൾബേന്ദ്രൻ. ആനത്താരകൾ അടച്ച റിസോർട്ടുകൾ നിർമ്മിക്കുക മാത്രമല്ല, കാട്ടാനകളെ ഇവർ ഉപദ്രവിക്കുന്നു. ഇടുക്കി പഴയ മൂന്നാറിൽ ദേശീയപാതയിലെ CSI പള്ളിക്ക് സമീപം രൂപപ്പെട്ട വലിയ വിള്ളൽ അപകട ഭീഷണി തുടരുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 ദിവസം കൂടി തുടരും. തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായുള്ള മണ്ണ് നീക്കൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇടുക്കി ചക്കുവെള്ളം മാങ്കവലിയിലെ സ്വകാര്യ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ ഉണങ്ങിയ മരച്ചില്ല ഒടിഞ്ഞു വീണ തൊഴിലാളി മരിച്ചു. തമിഴ്നാട് ഗുണ്ടല്ലൂർ സ്വദേശിനിയായ പെരുമായിയാണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാറിൽ ദേശീയപാതയോരത്തെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ റവന്യൂ വകുപ്പിന്റെ കർശന നടപടി. നോട്ടീസ് നൽകിയിട്ടും ഒഴിഞ്ഞുമാറാതിരുന്ന വഴിയോര കടകൾ വൻ പോലീസ് സുരക്ഷയിൽ ഒഴിപ്പിച്ചു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് വ്യാപക ഒഴിപ്പിക്കൽ. മൂന്നാർ മുതൽ ബോഡിമെട്ട് കേരള തമിഴ്നാട് അതിർത്തി വരെയുള്ള ദേശീയപാതയോരത്ത് അനധികൃതമായി പ്രവർത്തിച്ചു വന്നിരുന്ന 92 വഴിയോര കടകളാണ് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒഴിപ്പിച്ചത്. ഇതിൽ 40 കടകൾ നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് ഉടമകൾ സ്വമേധയാ ഒഴിഞ്ഞു. എന്നാൽ നോട്ടീസ് നൽകിയിട്ടും ഒഴിഞ്ഞുമാറാൻ തയ്യാറാകാതിരുന്ന 92 കടകളാണ് റവന്യൂ വകുപ്പ് വൻ പോലീസ് സുരക്ഷയിൽ പൊളിച്ചു നീക്കിയത്. മൂന്നാറിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണങ്ങളിലൊന്നായി ദേശീയപാതയോരത്തെ അനധികൃത കയ്യേറ്റങ്ങളും വഴിയോര വ്യാപാരവും ഗതാഗത ഉപദേശക സമിതി വിലയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പും ദേശീയപാത അധികൃതരും സംയുക്തമായി നടപടി ശക്തമാക്കിയത്. അതേസമയം 27 കടയുടമകൾ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് നേടിയിട്ടുണ്ട്. ഈ കടകളുടെ കാര്യത്തിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചു. സിറ്റി വിഷൻ മൂന്നാർ. ചിന്നക്കനാലിൽ അടുത്ത നാളുകളിലായി കാട്ടാനശല്യം വർദ്ധിച്ചു വരുന്നതിന് കാരണം റിസോർട്ട് മാഫിയകളാണെന്ന പരിസ്ഥിതി പ്രവർത്തകനും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗവുമായ കെ ബുൾബേന്ദ്രൻ. ആനത്താരകൾ അടച്ച റിസോർട്ടുകൾ നിർമ്മിക്കുക മാത്രമല്ല, കാട്ടാനകളെ ഇവർ ഉപദ്രവിക്കുന്നുമുണ്ട്. ഇവർ ഓടിച്ചുവിടുന്ന കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്നും ആറാട്ടിത്തുരുത്തും. ആനയിറങ്കലിലേക്കുള്ള ആനത്താരകളിലും റിസോർട്ടുകളുണ്ട്. ആനയ്ക്ക് നിൽക്കാൻ ഇടമില്ലാതെ ഓടുന്ന സാഹചര്യമാണെന്നും വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു. ചിന്നക്കനാല്, അത് പ്രത്യേകിച്ച് 301 കോളനി, BL റാം, ഈ ഭാഗത്തെല്ലാം അടിക്കടി ആനയുടെ ആക്രമണം കൂടി വരികയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം, പ്രത്യേകിച്ച് ആനയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ള വന്യജീവി. കഴിഞ്ഞ മാസം ഒരു സ്ത്രീയെ കാട്ടാന ആക്രമിച്ച് കൊന്നിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരാളുടെ വീട് ആന ആക്രമിച്ച് തകർത്തിരുന്നു. ആന ഇവിടെ ഏതാണ്ട് ഉദ്ദേശം 20 ആനകളാണ് ഉള്ളത്. 20 ആനകൾക്ക് മേഞ്ഞു നടക്കാനുള്ള ആവാസ വ്യവസ്ഥ ഇവിടെ ഉണ്ട്. പക്ഷേ അതെല്ലാം റിസോർട്ട് മാഫിയകൾ ഫെൻസിങ് ഇട്ടും അതുപോലെ മുള്ളുവേലിയിട്ടും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. കൂടാതെ ട്രൈബ് മേഖലയിൽ കാട്ടാനകൾ വന്നാൽ അവരിതിനെ ഉപദ്രവിക്കാറില്ല. അവരുടെ സ്ഥലമല്ല ഈ രാജക്കാട്, രാജകുമാരി, അങ്ങനെ സമീപ പ്രദേശത്തെ ആളുകളെല്ലാം ഏലം കൃഷിക്ക് അവരെ പറ്റിച്ചുകൊണ്ട് ഏലം കൃഷിക്ക് എടുത്തിരിക്കുകയാണ്. അതുപോലെ മുള്ളുവേലി ഫെൻസിങ് എല്ലാം ഇട്ടപ്പോൾ ആനയ്ക്ക് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് തീറ്റയെടുക്കുന്ന ആനയ്ക്ക് സഞ്ചരിക്കാനുള്ള യാതൊരു നിവൃത്തിയില്ലാതെ ഇത് BL റാം ഭാഗത്തേക്ക് മേഞ്ഞു ചെല്ലുമ്പോൾ അവിടുന്ന് റിസോർട്ട് മാഫിയകൾ എയർ ഗൺ ഉപയോഗിച്ചതിനെ വെടിവെക്കുകയും അത് അവിടുന്ന് ഓടി പലായനം ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഏലകർഷകർ വേലിയിട്ട് വെച്ചിരിക്കുന്നു. അവരുടെ ഉപദ്രവം വേറെയും. അതിനുശേഷം അത് ആനയിറങ്കൽ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വെള്ളം കുടിക്കാൻ ആറ്റിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഫ്രെയിമുകൾ ധാരാളം കെട്ടി വെച്ചിരിക്കുന്നു. അവിടുന്ന് ശങ്കരമ്പാണ്ടിമേട്ടിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ആനയിറങ്ങൽ ഡാം കടന്നു വേണം ഇത് നീന്തി അക്കരയ്ക്ക് കയറാൻ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ആന ഗണ്യന്തരമില്ലാതെ ഇങ്ങനെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആന ചുറ്റിത്തിരിഞ്ഞ് ആനയ്ക്ക് തീറ്റയോ വെള്ളമോ എടുക്കാത്ത അവസ്ഥയിൽ വരുമ്പോൾ ആന ആക്രമണകാരികളായി മാറുന്നു. ഇതാണ് അവിടെ നടക്കുന്ന സംഭവം. അതുകൊണ്ട് ഈ റിസോർട്ട് മാഫിയകൾ അനധികൃതമായി ആനത്താര വെച്ചിരിക്കുന്ന റിസോർട്ടുകാരെ ആദ്യം ഒഴിവാക്കുക. അതുപോലെ തന്നെ അവിടുത്തെ ട്രൈബ് ആദിവാസി ഉന്നതികളിലെ ആളുകൾക്ക് നിരന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് യാതൊരു വിഷയമില്ലാത്ത രീതിയിൽ
ഈ മാഫിയകളെ ഒഴിവാക്കി ഏലകർഷകരെ ഒഴിവാക്കുമ്പോൾ തന്നെ ഈ പ്രശ്നം അവിടെ തീരുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ പഠിച്ചതിൽ നിന്നും മനസ്സിലായിരിക്കുന്നത്. ചക്കകൾ പോലും കർഷകന് സ്വന്തമാക്കാനാവാതെ കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടിയ കാഴ്ച. ചക്കകൾ മുഴുവൻ വെട്ടി കൊക്കയിലെറിഞ്ഞ് കഞ്ഞിക്കുഴി മലയണ്ണാമലയിലെ കർഷകർ. കഴിഞ്ഞ ദിവസം കൃഷിയിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാനകൾ ചക്കകൾ മുഴുവൻ പറിച്ചു തിന്ന സാഹചര്യത്തിലാണ് വീണ്ടും കാട്ടാനശല്യം ഉണ്ടാകാതിരിക്കാൻ കർഷകർ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. ഇതോടെ വനംവകുപ്പിനെതിരെ വിമർശനം ഉയരുകയാണ്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മലയണ്ണാമല മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷമായതോടെ സ്വന്തം കൃഷിയുടെ ഫലം പോലും ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. പറമ്പിലെ പ്ലാവുകളിൽ കാഴ്ച നിൽക്കുന്ന ചക്കകളാണ് കാട്ടാനകളെ കൃഷിയിടങ്ങളിലേക്ക് ആകർഷിക്കുന്ന പ്രധാന കാരണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർഷകർ ഇപ്പോൾ ലക്ഷങ്ങളുടെ നഷ്ടം സഹിച്ചും ചക്കകൾ മുഴുവൻ തൊഴിലാളികളെ ഉപയോഗിച്ച് പറിച്ച് സമീപത്തെ കൊക്കയിലേക്ക് എറിയുന്നത്. 3 ഏക്കറിലധികം വരുന്ന കൃഷിയിടത്തിലെ മുഴുവൻ ചക്കകളും ഇത്തരത്തിൽ നശിപ്പിക്കേണ്ടി വന്ന ഒരു കർഷക സ്ത്രീയുടെ കണ്ണീരോടെയുള്ള പ്രതികരണമാണിപ്പോൾ വലിയ ചർച്ചയാകുന്നത്. സ്വന്തം അധ്വാനത്തിന്റെ വിളവ് കാട്ടാനകൾക്ക് ഇരയാകാതിരിക്കാൻ മനുഷ്യർ തന്നെ നശിപ്പിക്കുന്ന ദുരവസ്ഥയാണിത്. ആനശല്യം കാരണം എൻ്റെ പറമ്പിലെ ചക്ക മുഴുവനും വെട്ടിപ്പെറുക്കി പള്ളയെ കളഞ്ഞു. ഒരു ചക്ക തിന്നാൻ പോലും എനിക്ക് ഇവിടെ ഇല്ല. എല്ലാം ഫോറസ്റ്റുകാരായിട്ടും അല്ലാതെ ആയിട്ടും എനിക്ക് ഭീഷണിയാണ്. എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയാ പേടിച്ചിട്ട് കിടക്കാനും പറ്റത്തില്ല. പണക്കാരെ നിർത്തുപോയത് അല്ല, നമുക്ക് തന്നെ എന്നെക്കൊണ്ട് തന്നെ പറ്റിയല്ല. അതുകൊണ്ട് ചക്ക വെട്ടിപ്പറിച്ച് കളയാൻ ഇനിയും ചക്ക നിൽക്കും, അത് വെട്ടിപ്പെറുക്കി പള്ളയെ കളയുക. ഇടുക്കി ജില്ലയിൽ ഏറെക്കാലം ചർച്ചയായിരുന്ന ചക്കക്കൊമ്പൻ എന്ന കാട്ടാന പോലും കാഴ്ച ചക്കകൾ തേടിയാണ് പലപ്പോഴും ജനവാസ മേഖലകളിലേക്ക് എത്തിത്തിരിയുന്നതെന്ന് നാട്ടുകാർ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും കാട്ടാനക്കൂട്ടങ്ങൾ കൃഷിയിടത്തിലെത്തി പ്ലാവുകളിൽ നിന്ന് ചക്കകൾ പറിച്ചു ഭക്ഷിക്കുകയും കർഷകർക്ക് ഭീഷണിയാകുകയും ചെയ്തതായി പ്രദേശവാസികൾ പറയുന്നു. എന്നാൽ ഇത്രയും ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുമ്പോഴും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി. കാട്ടാനകൾ എത്തുന്ന പ്രദേശങ്ങൾ അനധികൃത കയ്യേറ്റ ഭൂമിയാണെന്ന നിലപാടാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നതെന്നും അതിന്റെ പേരിൽ പ്രശ്നത്തിന്റെ ഗൗരവം അവഗണിക്കുകയാണെന്നും കർഷകർ ആരോപിക്കുന്നു. അതേസമയം സ്വന്തം ഭൂമിയിൽ JCB ഉപയോഗിച്ച മണ്ണ് മാറ്റാനോ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താനോ വനംവകുപ്പ് അനുമതി നൽകിയിരുന്നില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കൃഷി സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ പോലും നിഷേധിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ കർഷകർ സ്വന്തം വിളകൾ തന്നെ നശിപ്പിക്കാൻ നിർബന്ധിതരാകുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതോടെ വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്ന നവീന നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കർഷകർക്ക് വലിയ നിരാശയാണ് നേരിടേണ്ടി വന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. വന്യജീവി ആക്രമണങ്ങൾ തുടർന്നുണ്ടാകാണ്ടിരിക്കുമ്പോൾ പരിഹാരം കാണുന്നതിനു പകരം കർഷകർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും അധികാരം ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് പ്രതിഷേധം. ഈ വിഷയത്തിൽ സാഫ് സംഘടനയും വിവിധ കർഷക സംഘടനകളും പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രതിഷേധങ്ങൾ പോലും അവഗണിച്ചുകൊണ്ടാണ് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നതെന്ന് കർഷകർ ആരോപിക്കുന്നു. ഒരു വശത്ത് കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നു, മറുവശത്ത് സ്വന്തം വിളകൾ സംരക്ഷിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെടുന്നു. ഒടുവിൽ സ്വന്തം കൈകൊണ്ട് സ്വന്തം ചക്കകൾ കൊക്കയിലേക്ക് വലിച്ചെറിയേണ്ടി വരുന്ന കർഷകരുടെ ദുരവസ്ഥ ഇടുക്കിയിലെ വന്യജീവി മനുഷ്യ സംഘർഷം എത്രത്തോളം ഗുരുതരമായ അവസ്ഥയിലെത്തിയെന്നതിന്റെ ഏറ്റവും വേദനാജനകമായ ചിത്രമായി മാറുകയാണ്. സിറ്റി വിഷൻ, ഇടുക്കി. ഇടുക്കി പഴയ മൂന്നാറിൽ ദേശീയപാതയിലെ CSI പള്ളിക്ക് സമീപം രൂപപ്പെട്ട വലിയ വിള്ളൽ അപകട ഭീഷണി തുടരുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 ദിവസം കൂടി തുടരും. തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായുള്ള മണ്ണ് നീക്കൽ പ്രവർത്തനങ്ങൾ ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ഇന്ന് രാവിലെയോടെയാണ് മണ്ണും പാറക്കല്ലുകളും നീക്കം ചെയ്യുന്നതിനായി യന്ത്രങ്ങൾ വിന്യസിച്ചത്. ദേശീയപാതയ്ക്ക് മുകളിലായി രൂപപ്പെട്ട വലിയ വിള്ളലാണ് കൂടുതൽ അപകട സാധ്യത സൃഷ്ടിച്ചത്. ഇതിനെ തുടർന്നാണ് സുരക്ഷാ മുൻകരുതലായി ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചത്. മണ്ണും പാറക്കല്ലുകളും പൂർണ്ണമായും നീക്കി പ്രദേശത്തിന്റെ സുരക്ഷ ഉറപ്പാക്കിയ ശേഷമായിരിക്കും ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുക. കാലാവസ്ഥ അനുകൂലമായാൽ വെള്ളിയാഴ്ചയോടെ ദേശീയപാത വീണ്ടും ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. അതേസമയം വിള്ളൽ രൂപപ്പെട്ട പ്രദേശത്തിന് സമീപം താമസിക്കുന്ന വൈദികന്റെ വീടും അപകട ഭീഷണിയിലാണ്. ഇതിനെ തുടർന്ന് വൈദികന്റെ കുടുംബത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അപകട സാധ്യത പൂർണ്ണമായും ഒഴിവാക്കിയ ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കൂ അധികൃതർ വ്യക്തമാക്കുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കി ചക്കവെള്ളം മാങ്കവല്ലിയിലെ സ്വകാര്യ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ ഉണങ്ങിയ മരച്ചില്ല ഒടിഞ്ഞു വീണ തൊഴിലാളി മരിച്ചു. തമിഴ്നാട് ഗുണ്ടല്ലൂർ സ്വദേശിനിയായ പെരുമായിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. തമിഴ്നാട്ടിൽ നിന്ന് ജോലിക്കായി എത്തിയ പെരുമായി ഏലക്കായ് ശേഖരിക്കുന്നതിനിടെയാണ് ഉണങ്ങിയ മരച്ചില്ല ഒടിഞ്ഞു വീണ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്.
സഹതൊഴിലാളികളുടൻ തന്നെ കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ മറ്റാർക്കും പരിക്കേറ്റിട്ടില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സിറ്റി വിഷൻ, കുമളി. അടിമാലിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി ട്രാഫിക് അഡ്വൈസറി യോഗം ചേർന്നു. യോഗത്തിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി അനധികൃത പാർക്കിങ്ങുകളും വഴിയോര കച്ചവടങ്ങളും ലൈബ്രറി റോഡിലെ വൺ വേ സംവിധാനവും നടപ്പിലാക്കുമെന്നും നിയമങ്ങൾ തെറ്റിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി തീരുമാനിച്ചു. അടിമാലിയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി ട്രാഫിക് അഡ്വൈസറി യോഗം ചേർന്നു. യോഗത്തിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി അനധികൃത പാർക്കിങ്ങുകളും വഴിയോര കച്ചവടങ്ങളും പൂർണ്ണമായും ഒഴിവാക്കും. ലൈബ്രറി റോഡിലെ വൺ വേ സംവിധാനം നടപ്പിലാക്കുമെന്നും നിയമങ്ങൾ തെറ്റിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് യോഗം തീരുമാനിച്ചതായി അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ അറിയിച്ചു. പ്രധാനമായും ടൗണിലെ കുരുക്കുകൾ, ട്രാഫിക് ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കുക എന്നുള്ളതും അനധികൃത കച്ചവടങ്ങൾ പല ഭാഗങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ളതായി ഒഴിവാക്കുന്നതിനും പുതിയതായി ഓട്ടോ സ്റ്റാൻഡുകൾ അനുവദിക്കുന്നതിനും അതുപോലെ തന്നെ AGP നമ്പറുള്ള ഓട്ടോകൾക്ക് മാത്രം പെർമിറ്റ് നൽകുന്നതിന് ഉള്ള സംവിധാനങ്ങൾ സ്വീകരിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. പ്രധാന നിർദ്ദേശങ്ങളായിട്ട് നമ്മൾ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് താലൂക്ക് ആശുപത്രിക്ക് സമീപം അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട്, വഴിയോര കച്ചവടക്കാർ അവിടെ അനധികൃത കച്ചവടം നടത്തുന്നുണ്ട്, അതൊക്കെ ഒഴിവാക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ RTO ഓഫീസിന് സമീപം നിരവധി വാഹനങ്ങൾ കലഹരണപ്പെട്ടതും ആക്രി രൂപത്തിൽ വിറ്റുപോകേണ്ടതുമായ വാഹനങ്ങൾ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഗതാഗത തടസ്സവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഒഴിവാക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിമാലി താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ പാർക്കിങ്ങുകൾ അനുവദിക്കുന്നതല്ല. അനധികൃത വഴിയോര കച്ചവടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കും. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പിടിച്ചിട്ടിരിക്കുന്ന തുരുമ്പ് പിടിച്ച വാഹനങ്ങൾ റോഡ് സൈഡിൽ നിന്നും ഒഴിവാക്കും. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം അനധികൃത പാർക്കിങ്ങുകൾ അനുവദിക്കില്ല. ലൈബ്രറി റോഡ് വൺ വേ സംവിധാനം കർശനമായി നടപ്പിലാക്കും. മൂന്നാർ ആനച്ചാൽ മേഖലയിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പ് പഞ്ചായത്തിന്റെ ടേക്ക് ബ്രേക്ക് കെട്ടിടത്തിന് സമീപത്തേക്ക് മാറ്റും. ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്കും അകത്തേക്കും പോകുന്ന വഴിയിൽ മാറ്റം ഉണ്ടാകും. ഇരുമ്പുപാലം ബസ്സുകൾ പഞ്ചായത്ത് വരെ സർവീസ് നടത്തണം. അടിമാലി ടൗണിലെ ഓട്ടോകളുടെ AGP നമ്പർ സംവിധാനം വീണ്ടും ക്രമപ്പെടുത്തും. തുടങ്ങിയ തീരുമാനമാണ് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയിൽ ഉയർന്നത്. ഈ നിയമങ്ങൾ തെറ്റിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും കമ്മിറ്റി തീരുമാനിച്ചു. സിറ്റി വിഷൻ, അടിമാലി. ഇനി ചെറിയൊരിടവേള. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. Kripa Medicals, SNDP Shopping Complex, Central Junction and Market Road, Rajakad. The number 1 health provider. Kripa Medical Center. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ്
കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ചെറുതോണിയിൽ റോയി കെ പൗലോസിന്റെ MLA ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാടിന് സമർപ്പിച്ചു. ജനങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റുന്ന കേന്ദ്രമാകണം ഈ ഓഫീസ് എന്ന് അദ്ദേഹം പറഞ്ഞു. ചെറുതോണിയിൽ MLA റോയി കെ പൗലോസിന്റെ ഓഫീസ് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ഓഫീസ് മെഡിക്കൽ കോളേജിനെ പോലെ ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്ന ജനസേവന കേന്ദ്രമായി മാറണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇന്ന് നിശബ്ദ വിപ്ലവമാണ് നടക്കുന്നതെന്നും പ്രതിഫലത്തെക്കാൾ വലിയ കർമ്മങ്ങളാണ് വീട്ടമ്മമാർ നിർവഹിക്കുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. അവരുടെ ക്ഷേമത്തിനും സാമൂഹ്യ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്ന നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ജനപ്രതിനിധിയും ഒരു ജനനേതാവും തമ്മിൽ വേണമെങ്കിൽ ഒരു ചെറിയ വ്യത്യാസമാണ്. ജനപ്രതിനിധി എല്ലാ ജനങ്ങളുടെയും പ്രതിനിധിയാണ്. അവരനുകൂലിച്ചോ പ്രതികൂലിച്ചോ സെക്കൻഡറിയാണ്. പക്ഷെ അവരിവിടെ ജീവിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അവർക്കൊരു അവകാശമുണ്ട്, അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. പരിണിതപ്രജ്ഞനായ ശ്രീ റോയി കെ പൗലോസ് ആ സ്വാതന്ത്ര്യം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പോകും എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ഓഫീസ് ഈ പ്രദേശത്തെ എല്ലാ ആളുകളുടെയും അവരുടെ വേദനയും ദുഃഖവും അകറ്റുന്ന ഒരു നല്ല ചികിത്സാ കേന്ദ്രമായിരിക്കണം. ചടങ്ങിൽ MLA റോയി കെ പൗലോസ് അധ്യക്ഷത വഹിച്ചു. ദേവികുളം MLA F രാജ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളടക്കം വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. EM അഗസ്തി, MK പുരുഷോത്തമൻ, AP ഉസ്മാൻ, പ്രൊഫസർ MJ ജേക്കബ്, MN ഗോപി, PK ജയിൻ, അനിൽ ആനിക്കാട്, KB സെൽവം, വർഗീസ് വെട്ടിയാങ്കൽ, ജോബി തയ്യിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഇടുക്കി. ഇടുക്കി ജില്ലയിൽ ആദ്യം ഡിജിറ്റൽ സർവേ പൂർത്തിയായ വൈസൻവാലി വില്ലേജിൽ 500-ലധികം ഭൂവുടമകൾ കരമടയ്ക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ പ്രതിസന്ധിയിലാണ്. പൂർത്തിയാക്കി കഴിഞ്ഞ ജനുവരി 17-നാണ് 13ാം വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. മുൻപ് റീസർവേ നടപ്പിലാക്കാത്ത ബൈസൺവാലി വില്ലേജിൽ ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ സർവേ നടത്തിയതിനാൽ സാധാരണക്കാർക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സർവേ നടത്തിയപ്പോൾ സ്ഥലത്തിന്റെ അതിർത്തി നിർണയിച്ചു നൽകുന്നതിനോ ആധാരം ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കുന്നതിനോ ഭൂരിഭാഗം തണ്ടപ്പേർ ഉടമകൾക്കും കഴിഞ്ഞില്ല. ഇതോടെ 50%-ലധികം തണ്ടപ്പേർ ഉടമകളുടെയും ഉടമസ്ഥാവകാശം സംബന്ധിച്ച ആശയക്കുഴപ്പമുണ്ടായി. ഇതെല്ലാം സർക്കാർ പുറമ്പോക്ക് ഭൂമിയായാണ് സർവേ രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമൂലം യഥാർത്ഥ ഭൂ ഉടമകൾക്ക് കരമടയ്ക്കുവാനോ അതിർത്തി ഉടമസ്ഥാവകാശം സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. വസ്തുക്കളുടെ റവന്യൂ രേഖകൾ ഉടമസ്ഥർക്ക് നൽകുന്നതിനും നിയമ തടസ്സമുണ്ട്. ഈ സാഹചര്യത്തിലാണ് രേഖകൾ പരിശോധിച്ച് ഫീൽഡ് പരിശോധന നടത്തിയും വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി സർക്കാർ ഉടമസ്ഥതയിൽ നിന്ന് മാറ്റുന്നതിന് വില്ലേജ് അധികൃതരുടെ നേതൃത്വത്തിൽ നടപടി ആരംഭിച്ചത്. 500-ലധികം അപേക്ഷകളിൽ പരിശോധന നടത്തി ദേവികുളം താലൂക്ക് ഓഫീസിലേക്ക് വിശദ റിപ്പോർട്ട് കൈമാറി. എന്നാൽ താലൂക്ക് ഓഫീസിൽ നിന്ന് തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. താലൂക്ക് ഓഫീസ് നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഭൂ തണ്ടേപ്പർ ഉടമകളുടെ പേരിലേക്ക് മാറ്റാൻ കഴിയൂ. എന്നാൽ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റവും ഉദ്യോഗസ്ഥരുടെ ജോലിഭാരവും മൂലം നടപടികൾ വൈകുകയാണ്. ഡിജിറ്റൽ സർവേ പ്രശ്നങ്ങളിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മാത്രമായി കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ട് നാട്ടുകാർ സ്ഥലം MLAക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ഡിജിറ്റൽ സർവേ പൂർത്തിയായ സ്ഥലങ്ങളിൽ ഭൂമിയുടെ അതിർത്തി, വിസ്തീർണം, സർവേ നമ്പർ എന്നിവ സംബന്ധിച്ചുള്ള പരാതികളും ലാൻഡ് റെക്കോർഡ് മാനേജ്മെന്റ് സംബന്ധമായ അപേക്ഷകളും പൊതുജനങ്ങൾക്ക് എന്റെ ഭൂമി പോർട്ടൽ വഴി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്നതിനും സംവിധാനമുണ്ട്. സിറ്റി വിഷൻ, ബൈസൺവാലി. മൂല്യങ്ങൾ നിലനിർത്തേണ്ടതും ഉത്തരവാദിത്വത്തോടെ ഭാവി തലമുറയ്ക്ക് വഴിയൊരുക്കേണ്ടതും വിദ്യാർത്ഥി സമൂഹമാണെന്ന് ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട്. വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി പ്രതിനിധികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
നേതൃത്വം എന്ന അധികാരമല്ല, മറിച്ച് സേവനത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും പ്രതീകമാണെന്നും വിദ്യാർത്ഥികൾ മാതൃകാപരമായ നേതൃത്വം കാഴ്ചവെക്കണമെന്നും ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു. Who needs certain type of help, even food? I don't believe actually. And she identified each and every student who needs certain special care, either some assistance or some emotional support. Sometimes students come from families which are emotionally disturbed, so she gives support to such students. So it was an eye-opener for me. If all the teachers behave like this, no, the school should be a heaven. സ്കൂൾ ലൈബ്രറിയിലെ പുസ്തക ശേഖരവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം ഗിരിജ്യോതി CMI പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിനിധികളുടെ സ്ഥാനാരോഹണ ചടങ്ങും നടന്നു. 2026-27 അധ്യയന വർഷത്തേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധികളുടെ സ്ഥാനാരോഹണ ചടങ്ങാണ് പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചത്. ഹെഡ് ബോയ് നവനീത് സിബി, ഹെഡ് ഗേൾ അക്ഷര AS, ജനറൽ ക്യാപ്റ്റന്മാർ ശ്രീഹരി KS, സയോണ മരിയ, ഹൗസ് ലീഡർമാർ, ക്ലാസ് ലീഡർമാർ എന്നിവർ ചടങ്ങിൽ ഔദ്യോഗികമായി സ്ഥാനമേറ്റു. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാത്ത് IAS മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്ത വിദ്യാർത്ഥി നേതാക്കൾക്ക് ബാഡ്ജുകളും സത്യപ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. സ്കൂൾ മാനേജർ ഫാദർ ബിനോയ് പാലക്കുഴിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബിഗിൽ അരഞ്ഞാണിയിൽ, CMI ബർസാർ ഫാദർ സിജോ തേക്കങ്കാട്ടിൽ, CMI PTA പ്രസിഡന്റ് ഡോക്ടർ CB ജോർജ്, MBTA പ്രസിഡന്റ് അമ്പിളി സുനിൽ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. നവനേതൃത്വത്തിന് എല്ലാ ആശംസകളും ചേർന്ന ചടങ്ങുകൾ സമാപിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. വെള്ള നീല റേഷൻ കാർഡ് ഉടമകളിൽ അർഹരായവർക്ക് മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡ് ലഭിക്കുവാൻ വേണ്ടി അപേക്ഷ നൽകുവാൻ സംസ്ഥാന സർക്കാർ അവസരം നൽകിയിരിക്കുകയാണ്. അക്ഷയ സെന്ററുകൾ മുഖേന ഓൺലൈനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതി 17-ാം തീയതി വരെയാണെന്നും അവസാന തീയതിക്ക് മുമ്പ് സർക്കാർ നൽകിയ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് പീരുമേട് താലൂക്ക് സപ്ലൈ ഓഫീസർ M ഗണേശൻ അറിയിച്ചു. വെള്ള നീല റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ പിങ്ക് കാർഡ്, അതായത് പഴയ BPL കാർഡ്, PHS കാർഡ് എന്ന് പറയും, ആ റേഷൻ കാർഡിന് വേണ്ടി അപേക്ഷിക്കാൻ സർക്കാർ ഒരു സുവർണ അവസരം നൽകിയിരിക്കുന്നു. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂലൈ മാസം 17-ാം തീയതി വൈകുന്നേരം 5 മണിയാണ്. അക്ഷയ സെന്ററുകൾ മുഖേനയോ സിറ്റിസൺസ് പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ നൽകുവാൻ സാധിക്കും. തീർച്ചയായും ഒഴിവാക്കൽ മാനദണ്ഡങ്ങളുണ്ട്. 1 ഏക്കർ കൂടുതൽ സ്ഥലമുള്ളവര്, 4 ചക്ര വാഹനമുള്ളവര്, 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വീടുള്ളവര്, സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവര്, IT റിട്ടേൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളവർക്ക്, ഈ മാനദണ്ഡങ്ങളിൽ പെടാത്തവർക്ക് നിർബന്ധമായി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. BPL ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പറഞ്ഞ് പഞ്ചായത്ത് ഓഫീസുകളിൽ ഇറങ്ങി തിരിയേണ്ട കാര്യങ്ങളില്ല. നിങ്ങൾക്ക് ഒരു ഡിക്ലറേഷൻ സമർപ്പിച്ചുകൊണ്ട് തന്നെ അക്ഷയ സെന്ററുകൾ മുഖേന നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 17-ാം തീയതി 5 മണിക്ക് മുമ്പ് ഇതിൽ അവസരമുള്ള ആൾക്കാരെല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ബന്ധപ്പെട്ട ജനങ്ങളിലേക്ക് ഇത് എത്താൻ വേണ്ടി എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റിന്റെയും CDSന്റെയും ആഭിമുഖ്യത്തിൽ രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകൾക്ക് പച്ചക്കറി തൈയും ഗ്രോ ബാഗും വിതരണം ചെയ്തു. KHRA രാജാക്കാട് യൂണിറ്റ് പ്രസിഡന്റ് KM ജോർജ് വിതരണോദ്ഘാടനം നടത്തി. CDS ചെയർപേഴ്സൺ ബിജി സന്തോഷ്, സ്കൂൾ പ്രിൻസിപ്പൽ പ്രിയ, ഹെഡ്മാസ്റ്റർ സിന്ധു, CDS അംഗങ്ങളായ ശോഭ, ആതിര, IGHRA നേതാക്കളായ PJ ജോസ്, സുനിൽ എന്നിവർ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 13,245 രൂപ, പവന് 1,05,960 രൂപ, വെള്ളി ഗ്രാമിന് 245 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മൂന്നാറിൽ ദേശീയപാതയോരത്തെ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ റവന്യൂ വകുപ്പിന്റെ കർശന നടപടി. നോട്ടീസ് നൽകിയിട്ടും ഒഴിഞ്ഞുമാറാതിരുന്ന വഴിയോര കടകൾ വൻ പോലീസ് സുരക്ഷയിൽ ഒഴിപ്പിച്ചു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് ഒഴിപ്പിക്കൽ. ചിന്നക്കനാലിൽ അടുത്ത നാളുകളിലായി കാട്ടാന ശല്യം വർദ്ധിച്ചു വരുന്നതിന് കാരണം റിസോർട്ട് മാഫിയകളാണെന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗവുമായ കെ ബുൾവേന്ദ്രൻ. ആനത്താരകൾ അടച്ച റിസോർട്ടുകൾ നിർമ്മിക്കുക മാത്രമല്ല, കാട്ടാനകളെ ഇവർ ഉപദ്രവിക്കുന്നു. ഇടുക്കി പഴയ മൂന്നാറിൽ ദേശീയപാതയിലെ CSI പള്ളിക്ക് സമീപം രൂപപ്പെട്ട വലിയ വിള്ളൽ അപകട ഭീഷണി തുടരുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 ദിവസം കൂടി തുടരും. തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായുള്ള മണ്ണ് നീക്കൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇടുക്കി ചക്കുവെള്ളം മാങ്കവലിയിലെ സ്വകാര്യ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ ഉണങ്ങിയ മരച്ചില്ല ഒടിഞ്ഞു വീണ തൊഴിലാളി മരിച്ചു. തമിഴ്നാട് ഗുണ്ടല്ലൂർ സ്വദേശിനിയായ പെരുമായിയാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.